പല സിനിമകളും എനിക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പം അനിയത്തി പ്രാവ് ആക്ച്വലി എന്നെ ഒരുപാട് പേര് ട്രൈ ചെയ്ത കൂട്ടത്തിൽ എന്നെയും വിളിച്ചിരുന്നു ഫാസിൽ സാർ. അപ്പോൾ ജോമോളെ എനിക്ക് എപ്പോഴും പേടിയായിരുന്നു സത്യം പറയാൻ. അപ്പം ജോമോളുടെ സംസാരവും ആ ഒരു ഇതൊക്കെ കണ്ട് എനിക്ക് ജോമോളെ എങ്ങാനും കല്യാണം കഴിച്ചു പോയാൽ എൻ്റെ ജീവിതം തീർന്നല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ആ സമയം. ഈ കുട്ടി തന്നെ ആയിരിക്കും എൻ്റെ ഭാവിയിലും എൻ്റെ ഭാര്യ എന്നൊക്കെ പേടിച്ചു. കാരണം നമ്മുടെ അന്നത്തൊക്കെയുള്ള ഒരു വിശ്വാസം താലി കെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഭാര്യയാവും. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ വരും. മമ്മൂക്കയാണെങ്കിൽ എന്താണെന്നറിയോ, നമ്മളുടെ അടുത്ത് പറയുന്നത് നമുക്ക് കുറച്ച് പരുഷമായിട്ട് തോന്നാം, കുറച്ച് ആരഗൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ വളരെ ജെന്യൂൻ ആണ്. ഈ പറയുന്ന രീതിയിൽ മമ്മൂക്ക വരുമ്പോൾ സെറ്റിൽ വരുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആവും. രണ്ട് ഇമ്പാക്റ്റുകളാണ്. ലാലേട്ടൻ വരുമ്പോൾ സെറ്റ് വേറൊരു രീതിയിലാവും, മമ്മൂക്ക വരുമ്പോൾ സെറ്റ് വേറെ രീതിയിലാവും. അപ്പോൾ ദിലീപേട്ടൻ സിനിമകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു തമാശകളുണ്ട്. അപ്പോൾ ആ തമാശകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ചിലർ അതിനെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഞാനത് ദിലീപേട്ടൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞിരുന്നു. ഇന്നിറങ്ങുന്ന അല്ലെങ്കിൽ ഇന്ന് ഓടുന്ന പല സിനിമകളുടെയും ഹ്യൂമർ അത് ദിലീപേട്ടൻ അല്ലെങ്കിൽ അതുപോലുള്ള ആർട്ടിസ്റ്റുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേ ആർട്ടിസ്റ്റ് തന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളിത് കണ്ടതാണല്ലോ എന്ന് തോന്നും. ചില സാധനങ്ങൾ നമ്മൾ സീനിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ദിലീപേട്ടൻ തന്നെയാണ് അത് കയ്യിൽ നിന്ന് ഇടുന്നത്. അപ്പോൾ ചിലതൊക്കെ ഞാൻ ബോധപൂർവ്വം കട്ട് ചെയ്ത് കളയും. എനിക്കത് വേണ്ട, നമുക്കത് വേണ്ട ഏട്ടാ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് അത് വേണ്ടെന്ന് പറയും. എഡിറ്റിൽ ഞാൻ ചിലത് മാറ്റും. ചിലത് ഞാൻ വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഘുനാഥ് പല്ലേരി അദ്ദേഹമാണ് എഴുതിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം തിയേറ്ററിൽ പോയപ്പോൾ എൻ ജീവനെ എന്നുള്ള സോങ്ങിന് തിയേറ്ററിൽ നിന്ന് കൂവുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. എന്നാൽ അത് ആ പടത്തിൻ്റെ സോളാണ് ആ പാട്ട്. ആ പാട്ടാണ് ശരിക്കും അലീനയുടെ പെയിൻ. ഞാനിങ്ങനെ ദൂരത്തേക്ക് ഓടിപ്പോയും പട്ടികൾ എന്നെ ചേസ് ചെയ്യും, ഞാനൊരു മരം തട്ടി വീഴുകയും ചെയ്തിട്ടുണ്ട്. ആ മരം തട്ടി വീണ് ഞാൻ താഴെ കിടക്കുമ്പോഴാണ് അതിൻ്റെ, പക്ഷെ അത് കിടന്നിട്ട് ഈ പറയുന്ന 5 പട്ടികൾ നമ്മുടെ നേരെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നത് കുറച്ച് സമയത്ത് മുരളിച്ചേട്ടൻ വരുമ്പോഴേ മുഖം ഭയങ്കര കനത്തിരിക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ്. അടുത്ത് വന്ന് എന്തിനാണ് എന്നോട് ദേഷ്യം എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ കൂടെയുള്ളത് വിനീത് കുമാറാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇപ്പോൾ ദേവദൂതൻ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം എത്തുമ്പോഴുള്ള ഒരു സന്തോഷമാണ്. ഈ കരളെ നിൻ കൈപിടിച്ചാൽ എന്ന പാട്ട് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നതും മഹേശ്വരൻ്റെ മുഖം ഉയർത്തിയുള്ള ആ ഒരു നടത്തം തന്നെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ ആ പാട്ട് കാണുമ്പോഴും ചേട്ടനും അതിൻ്റെ ഒരു ഓർമ്മകളൊക്കെ ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും. അത് നമ്മൾ വീണ്ടും നമ്മളെ ഓർക്കാനും ആ സിനിമ വീണ്ടും തിയേറ്ററിൽ കാണാനും പറ്റുക എന്ന് പറയുന്ന ഒരു ഭാഗ്യമല്ലേ. അതുപോലെ തന്നെ ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ തന്നെ ആണെങ്കിലും ചേട്ടൻ ആ ഒരു പ്രസ് മീറ്റിന്റെ സമയത്തൊക്കെ ആ പട്ടി പെട്ടെന്ന് കുഴിയിലേക്ക് വീണ ആ കഥയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തും ആ ഒരു സമയത്ത് ചേട്ടനെ ആദ്യം വന്ന് വഴക്കുമായിരുന്നു മുരളിച്ചേട്ടനാണെന്ന് കേട്ടിട്ടുണ്ട്. ഭരതത്തിൽ നിന്നുള്ള ഒരു ബന്ധം അല്ലേ? എന്തായിരുന്നു മുരളിച്ചേട്ടൻ ആ സമയത്ത്? മുരളിച്ചേട്ടൻ എനിക്ക് ഭരതമല്ല, ഞാൻ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കുന്നത് പഠിപ്പുര എന്ന് പറയുന്ന സിനിമ, അതിലുള്ള ഹീറോ മുരളിച്ചേട്ടനായിരുന്നു. പക്ഷെ ആ സിനിമ റിലീസായിരുന്നില്ല. പിന്നീട് ഞാൻ എൻ്റെ മുഖം സ്ക്രീനിൽ കാണുന്നത് മുദ്ര എന്ന് പറയുന്ന സിനിമയാണ്. അതിന് സിബിസാറാണ് എന്നെ സ്ക്രീനിൽ ആദ്യമായിട്ട് എന്നെ കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷവും ഭരതത്തിലും ഉണ്ടായിരുന്നു, മുരളിച്ചേട്ടൻ ഉണ്ടായിരുന്നു, ദശരഥത്തിലുണ്ടായിരുന്നു. അങ്ങനെ മുരളിച്ചേട്ടനുമായിട്ട് പിന്നീടും കുറേ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് എന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതും എന്നെ വഴക്ക് പറയാനൊക്കെ അധികാരമുള്ള ഒരാളാണ്. അപ്പോൾ ഭരതം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ഭാരതപ്പുഴയുടെ തീരത്തുള്ള ആ സീൻ ഷൂട്ട് ചെയ്തിട്ട് അത് പിറ്റേന്ന് സെറ്റിൽ ആരൊക്കെയോ മുരളിച്ചേട്ടനോട് പറയുകയും എന്നെ വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്നോട് നന്നായി എന്നൊക്കെ പറഞ്ഞ് പുറത്ത് കെട്ടി വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതേപോലെ ദേവദൂതൻ ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ശരിക്കും ഒരു ആക്ഷൻ സീൻ ചെയ്താൽ നമുക്ക് ഭയങ്കര ഇത് ഞാൻ അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ആ ഒരു ക്രെഡിറ്റൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് മുരളിച്ചേട്ടൻ വരുമ്പോഴേ മുഖം ഭയങ്കര കനത്തിരിക്കുകയായിരുന്നു. ഞാൻ നോക്കുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ്. അടുത്ത് വന്ന് എന്തിനാണ് എന്നോട് ദേഷ്യം എന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു സീൻ നീ എന്ത് ധൈര്യത്തിലാണ് ചെയ്തത്, നീ ജയനാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വഴക്ക് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ നമുക്കത് ചെയ്യുന്ന സമയത്ത് ഈ എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആക്ഷൻ സീനായാലും അല്ലെങ്കിൽ ഇത്തരം സീക്വൻസുകൾ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടറിന് ഏറ്റവും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം അതിനകത്ത് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അതല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു പേടിയും എനിക്ക് ഉണ്ടായിരുന്നില്ല, ആ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. മുരളിച്ചേട്ടൻ്റെ ഒരു കൺസേൺ അപ്പോൾ ആ സമയത്ത് എന്തായിരുന്നു പറയുമ്പോഴൊക്കെയും പറഞ്ഞു തരുന്നത്? അല്ല, അത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, എന്നെ മുരളിച്ചേട്ടൻ കാണുന്നത് ദേവദൂതൻ സംഭവിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്ന് വളരെ ചെറിയ കുട്ടിയാണ്. ഞാൻ 5ാം ക്ലാസ്സിലേക്ക് പഠിക്കുന്ന സമയത്താണ്. അപ്പം അന്ന് തൊട്ടിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അത് കുറേ നാളുകൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പം എൻ്റെ വീട്ടിലും വന്ന് അങ്ങനെയുള്ള ഒരു കുടുംബവുമായിട്ടൊക്കെ ഒരു ബന്ധമുള്ള. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ മുരളിച്ചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. കാരണം മുരളിച്ചേട്ടൻ്റെ ആ സമയത്ത് മുരളിച്ചേട്ടൻ ചെയ്ത ലങ്കാലക്ഷ്മി എന്ന് പറയുന്ന, അപ്പോൾ അതിനകത്തുള്ള രാവണനായിട്ടുള്ള അതൊക്കെ എനിക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വേറെ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് അതിനകത്ത് ചില ഡയലോഗ്സൊക്കെ മുരളിച്ചേട്ടൻ അതിൻ്റെ ഡീറ്റെയിലിങ്ങും പിന്നെ ആ സമയത്ത് വായിക്കുന്ന പുസ്തകങ്ങളെ കുറിച്ച് പറയും.
അങ്ങനെ ഒരുപാട് അത്തരത്തിലുള്ള ഒരു ആത്മബന്ധം മുരളിച്ചേട്ടനുമായിട്ട്. എങ്കിലും ഈ ആ ഒരു സമയത്ത് നായ വീഴുകയാണ്, അബദ്ധവശാലാണ് അത് കുഴിയിലേക്ക് വീഴുന്നതെന്ന് പറഞ്ഞു. എങ്കിൽ പോലും ഇതൊന്ന് കടിക്കോ മാന്തോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മുഖത്ത് പറ്റിക്കഴിഞ്ഞാൽ മാന്തൊക്കെ ചെയ്തിരുന്നു. ഞാൻ ആക്ച്വലി ആ കുഴി ഒരാൾക്ക് മാത്രം കിടക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. അപ്പൊ അതിനകത്ത് പെട്ടെന്ന് ഈ പട്ടി ജമ്പ് ചെയ്തപ്പോൾ അത് കുഴിയിലേക്ക് വീണ് അത് അവിടുന്ന് വെപ്രാളം കാണിക്കാണ്. കാരണം അതിന് തല താഴ്ത്തിട്ട് വരാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ മുഖം പൊത്തി അവിടെ കിടക്കുകയും മേത്തൊക്കെ സ്ക്രാച്ച് ഉണ്ടായിരുന്നു. കടിച്ചത് പക്ഷെ അവിടെ വെച്ചിട്ടല്ല കടിച്ചത്. നമ്മൾ അതിനകത്ത് ഇപ്പോഴും ആ സീൻ ഉണ്ട് പടത്തിൽ. ഞാനിങ്ങനെ ദൂരത്തേക്ക് ഓടിപ്പോയും പട്ടികൾ എന്നെ ചേസ് ചെയ്യും, ഞാൻ ഒരു മരം തട്ടി വീഴുകയും ചെയ്യുന്നുണ്ട്. ആ മരം തട്ടി വീണ് ഞാൻ താഴെ കിടക്കുമ്പോഴാണ് അതിന്റെ എന്തോ മീനോ എന്തോ കെട്ടി വെച്ചിട്ടാണോ ഒട്ടിച്ചത്? അത് ബീഫിന്റെ അങ്ങനെയാണ് പട്ടികളെ. ഞാനിപ്പോ ഒരു പടം ചെയ്തിരുന്നു, ഞാൻ ഡയറക്ട് ചെയ്ത പടത്തിലും ഒരു പട്ടിയുണ്ട്. അപ്പൊ നമ്മൾ പട്ടീനെ എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ പട്ടീനെ നമുക്ക് അതിനറിയില്ലല്ലോ നമ്മൾ ഷൂട്ട് ചെയ്യാണെന്നുള്ളത്. അപ്പൊ അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതിലൊരു മെത്തേഡാണ്. അങ്ങനെ ഭീകരമായിട്ട് എന്നെ കടിച്ച് ഇതാക്കിയൊന്നും ചെയ്തില്ല. പക്ഷെ അതിന്റെ പല്ല് കൊണ്ടു എനിക്ക് മുറിവ് പറ്റി. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണം, അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളൂ. അത് അന്ന് ചെയ്യുന്ന സമയത്ത് ഞാൻ അതിനു മുമ്പും എൻ്റെ വീട്ടിൽ പട്ടികൾ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന് ശേഷം വീട്ടിൽ ഞാൻ ഒരു പട്ടിയെ വാങ്ങിച്ചിരുന്നു. പക്ഷെ അന്ന് ഈ പറയുന്ന പോലെ നമ്മൾ പട്ടികളെ നമ്മൾ ഈ മുകളിൽ നിന്ന് കാണുന്ന ഒരു ആംഗിളാണല്ലോ എപ്പോഴും നമ്മൾ. പക്ഷെ അത് കിടന്നിട്ട് ഈ പറയുന്ന 5 പട്ടികൾ നമ്മുടെ നേരെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്നത് കുറച്ച്. പക്ഷെ ഷൂട്ട് ചെയ്യുമ്പോൾ അത് എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. സത്യസന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഷോട്ട് നന്നായോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് അതിനെക്കുറിച്ചല്ലാതെ അത് ഇപ്പോഴും എനിക്ക് ആലോചിക്കുമ്പോൾ ശരിക്കും എന്തായിരുന്നു എൻ്റെ അന്നത്തെ മാനസിക നില എന്ന് എനിക്കറിയില്ല. പക്ഷെ പേടിച്ചിരുന്നില്ല, ഞാൻ ഒട്ടും പേടിച്ചിരുന്നില്ല. കാരണം ഒരു ബാലതാരമായിട്ട് വന്നിട്ട് അതിന് ശേഷമാണ് സിബിസാർ തന്നെയാണ് വീണ്ടും ഒരു ഗ്യാപ്പിന് ശേഷം ആ ഒരു അവസരം തരികയും ചെയ്യുന്നത് അല്ലേ? അതെ, ഞാൻ സിബിസാറിൻ്റെ അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, മുദ്ര ചെയ്യുന്നു, ദശരഥൻ ചെയ്യുന്നു, ഭരതൻ ചെയ്യുന്നു. എനിക്ക് ദശരഥായാലും ഭരതായാലും, ഭരതത്തിലൊക്കെ ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറാണ്. അതും എനിക്ക് അതാണ് ഓർമ്മ. ഞാൻ ഇൻസ്പെക്ടർ ബൽറാം എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ മുരളിച്ചേട്ടൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ലൊക്കേഷൻ കണ്ണൂരായിരുന്നു. അവിടെ വെച്ചിട്ടാണ് മുരളിച്ചേട്ടൻ ഞാൻ ഒരുമിച്ചാണ് കാറിൽ ഭരതത്തിൻ്റെ ലൊക്കേഷനിലേക്ക് കോഴിക്കോട് പോകുന്നത്. കാരണം ഭരതം പെട്ടെന്നാണ് അങ്ങനെ ഒരു സ്ക്രിപ്റ്റിലേക്ക് എത്തുന്നത്. കഥ നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം ആദ്യം വേറൊരു സിനിമയായിരുന്നു ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സബ്ജക്റ്റ് മാറുകയും കാസ്റ്റിംഗ് വളരെ വളരെ ക്വിക്കായിട്ട് നടത്തുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിളിക്കുമ്പോൾ ഞങ്ങൾ ഒരേ സെറ്റിലായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് ട്രാവൽ ചെയ്തിട്ടാണ് ഭരത് എത്തുന്നത്. ഭരതത്തിൽ നിന്ന് പിന്നെ ഒരു വർഷങ്ങളുടെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ദേവദൂതനിലേക്ക് പോയി. ശരിക്കും ദേവദൂതനിൽ നമുക്ക് മഹേശ്വരനെ ഓർക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ വരുന്നത് മഹേശ്വരൻ്റെ കണ്ണുകളാണ്. ശരിക്കും ആ കണ്ണുകളായിരുന്നോ ഈ ഒരു സിനിമയിലേക്ക് അവസരം നേടിത്തരുന്നത്? സിബിസാറ് ആക്ച്വലി ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മളിപ്പോൾ ഒരു സംവിധായകൻ, ഇപ്പം ഞാനൊരു ഡയറക്ടറായിട്ട് നിൽക്കുമ്പോൾ ഞാനൊരു നടനെ യൂസ് ചെയ്താൽ എനിക്ക് ആ നടൻ എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവും. അടുത്ത സിനിമ ചെയ്യുമ്പോഴും ഒക്കെ അങ്ങനെ ഓർമ്മയിലുണ്ടാവും. അപ്പോൾ സാറിൻ്റെ ഓർമ്മയിൽ ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ നിഖിൽ മഹേശ്വർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ ഞാൻ ആക്ച്വലി ആ പടത്തിൽ ഈ കണ്ണല്ല, അതിൻ്റെ കൂടെ ലെൻസും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സിബിസാർ പറയുന്നത്, സാറ് ഈ ക്യാരക്ടറിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യാനുണ്ടായ ഒരു റീസൺ എന്ന് പറയുന്നത് അതാണ്. ഭരതം എന്ന് പറയുന്ന സിനിമയിൽ രാമകഥ ഗാനലയം എന്നുള്ള ആ സോങ്ങിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ആ കാലത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഷോട്ടായിരുന്നു അത്. സാറിപ്പോൾ ഇന്ന് ആണ് ഞാൻ പല ഇൻ്റർവ്യൂവിലും സാറ് പറയുമ്പോഴാണ് ഞാനത് കേട്ടത്. അപ്പോൾ ആ ഒരു ഷോട്ട് സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നിഖിൽ മഹേശ്വർ എന്ന് പറയുമ്പോൾ എൻ്റെ മുഖം സാറിന് ഓർമ്മ വന്നത്. ശരിക്കും ആ പ്രണയഗാനം, നിങ്ങളുടെ ആ ഒരു പാട്ടിലെ ആ ഒരു സീക്വൻസും ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാട്ട് സംഭവിക്കുന്ന ഒരു സ്ഥലങ്ങളുണ്ട്, അതൊക്കെ ഈ പാട്ടിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഈ ഒരു കരളെ നിൻ കൈപിടിച്ചാൽ എന്ന പാട്ടിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ സെറ്റായാലും സന്തോഷ് തുണ്ടിൽ എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫറിൻ്റെ ഏറ്റവും വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ വർക്കാണ്. അപ്പോൾ അദ്ദേഹം കുച്ചു ചോത്തായൊക്കെ കഴിഞ്ഞിട്ട് വന്നാണ്. അപ്പോൾ നമുക്ക് എന്നാൽ വളരെ സൗമ്യനും നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് വർക്ക് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു DOP ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രെയിംസ് ഭയങ്കര മനോഹരമായിരുന്നു. പിന്നെ ആർട്ട് ഡയറക്ടർ മുത്തുരാജ്, അങ്ങനെ സതീഷ് കോസ്റ്റ്യൂമർ. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ബ്ലെൻഡ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. വിദ്യാജിയുടെ മ്യൂസിക്, അതാ ഞാൻ പറഞ്ഞു, വിഷ്വൽ ഇവരെല്ലാം കൂടെ വിഷ്വൽ ഉണ്ടാക്കുന്നു. അപ്പുറത്ത് വിദ്യാജിയും പിന്നെ ഞാൻ ദാസേട്ടൻ്റെ ശബ്ദമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര മനോഹരമായിട്ടുള്ള കൈതപ്രം സാറിൻ്റെ വരികളാണ്. ഋതു ചേച്ചിയാണ് അതിൻ്റെ ഫീമെയിൽ വേർഷൻ പാടിയത്. അതെ 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 അതെ. പക്ഷെ പലരും വിചാരിച്ചത് വേറെ ഏതോ ഗായികയാണ് പാടിയതെന്നൊക്കെ പലരും അത് വിചാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആദ്യം ആ ഒരു നിങ്ങളുടെ ഒരു ഓഡിഷനൊക്കെ ഒരു കഴിഞ്ഞ സമയത്തും ഇതിൽ കിട്ടുമോ എന്നുള്ളൊരു
ഒരു ഡൗട്ട് വല്ലാണ്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്തായിരുന്നു ശരത്തിന്റെ ഒരു ഫോട്ടോ ആ ഒരു വേഷത്തിൽ കണ്ടപ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. കാരണം നമ്മൾ കാസ്റ്റിങ്ങിന് എന്നെ ആദ്യം വിളിച്ചപ്പോൾ ഒരു ഓഡീഷൻ പോലെ അതിന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ സാർ ട്രൈ ചെയ്തിരുന്നു. പിന്നെയും എനിക്ക് തോന്നുന്നു ഫ്യൂ മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ ന്യൂസിൽ കാണുന്നത്. അപ്പോൾ അന്നത്തെ ഒരു മാഗസീനിലാണ് ന്യൂസ് കാണുന്നത്. അപ്പോൾ ആണ് ഈ ശരത്തിൻ്റെ ഒരു ഫോട്ടോ അതേ കോസ്റ്റ്യൂമിൽ കാണുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സിനിമ ചിലപ്പോൾ ഞാനായിരിക്കില്ല. പിന്നെ എനിക്ക് നമുക്ക് ഒരു വിശ്വാസം അത് പണ്ട് തൊട്ടേ ഉണ്ട്, നമ്മൾ ഡിസേർവ് ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് വിധിക്കപ്പെട്ടത് എൻ്റെ അടുത്തേക്ക് തന്നെ വരുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര സങ്കടമൊന്നുമില്ല. കാരണം അങ്ങനെ പല സിനിമകളും എനിക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോൾ അനീതി പ്രാവ് ആക്ച്വലി എന്നെ ഒരുപാട് പേരെ ട്രൈ ചെയ്ത കൂട്ടത്തിൽ എന്നെയും വിളിച്ചിരുന്നു ഫാസിൽ സാർ. ഞാൻ അവിടെ വീട്ടിൽ പോയി അങ്ങനെയാണ് ഞാനും ഫഹദുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത്. അവിടെ വീട്ടിൽ അന്നാണ് ഷാനുവിനെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ അങ്ങനെ പല സിനിമകളും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട്, എനിക്കാണ് ആ ക്യാരക്ടറെങ്കിൽ. ഇപ്പം നിഖിൽ മഹേശ്വർ അത് സത്യമായതുമാണ്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നത്, നമ്മൾ ഈ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ശരത്തിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ അതിന് ഏറ്റവും ആപ്റ്റ് ശരത്തായിരിക്കും. പക്ഷെ ആ സിനിമ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊരു പാട്ടുണ്ടെന്ന്. കാരണം ആ ക്യാരക്ടർ ഡീറ്റെയിലോ അല്ലെങ്കിൽ കഥയൊന്നും എനിക്ക് ആദ്യം അറിയില്ല. എങ്കിലും നിഖിൽ മഹേശ്വർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വേഷമാണെങ്കിൽ കൂടിയും ദേവദൂതനിൽ ഉടനീളം നമ്മൾ ആ പേരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ വന്നൊരു സാധനം ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ നിഖിൽ മഹേശ്വർ എങ്ങനെയായിരിക്കുമെന്ന് അതിലെ കഥാപാത്രം ഇങ്ങനെ പറയുന്നതിലൂടെ, അതെ അലീനയുടെ വാക്കുകളിലൂടെ. ആ ഒരു സാധനം കണ്ടിരുന്നു, ആ ഒരു വീഡിയോ ഒരുപാട് തവണ കണ്ടിരുന്നു. കാരണം എന്താണെന്നറിയോ, എന്നെ അറിയുന്ന എന്നെ ഇഷ്ടമുള്ള എല്ലാവരും എനിക്കത് ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഞാനിത് കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് അയച്ചു തരുന്നത്. പക്ഷെ അത് ഉണ്ടാക്കിയ ആൾ തൊട്ട് എല്ലാവരും എനിക്കത് ഷെയർ ചെയ്ത് ആ സമയത്ത് ഏറ്റവും ഇൻബോക്സ് മുഴുവൻ ഫുള്ളായത് ആ വീഡിയോ കാരണമാണ്. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ആളുകൾ വീണ്ടും ആ ക്യാരക്ടറിനെയും ആ സിനിമയുടെയും, കാരണം ആ സിനിമ റിലീസാവുന്ന സമയത്ത് അതിനകത്ത് ഒരു ജോണർ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇത് ഒരു ഹൊറർ സിനിമയാണോ ഒരു ആക്ഷൻ പടമാണോ, അങ്ങനെ പല കൺഫ്യൂഷൻസും ഒരുപക്ഷെ അതൊക്കെ അന്നത്തെ പരാജയത്തിനെ സ്വാധീനിച്ചിട്ടും ഉണ്ടാവാം. കാരണം അത് പറയുമ്പോൾ തന്നെ ഹൊറർ, ത്രില്ലർ എല്ലാ എലമെന്റ്സും ഉണ്ട്. അങ്ങനെ ഒരു പടം. അപ്പൊ അതിന്റെ ഏതാണ് ആ ഒരു ജോണർ കൺഫ്യൂഷൻ പ്രേക്ഷകർ എപ്പോഴും കൺഫ്യൂസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതിന്റെ കൂടെ നിൽക്കണം എന്ന് കിട്ടാത്തൊരു പ്രശ്നം വരും. അപ്പോൾ പക്ഷേ ഇപ്പൊ റിലീസാവുമ്പോൾ അന്ന് ആ വീഡിയോയുടെ കേസ് പറയുന്നത് പോലെ തന്നെ ആ സിനിമ അന്നും ഇന്നും ഞാൻ അഭിനയിച്ച് ആ സമയത്ത് കഥ പറയുമ്പോഴും അതൊരു അൾട്ടിമേറ്റ് റൊമാൻറ്റിക് ഫിലിമാണ്. അതിനകത്ത് പ്രണയം തന്നെയാണ് അതിൻ്റെ ബാക്കി എല്ലാ ഫാക്ടേഴ്സിനെയും മേലെ നിൽക്കുന്നത്. പക്ഷെ അത് അന്നത്തെ റിലീസിന്റെ സമയത്ത് അത് ആളുകൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിരുന്നില്ല. കാരണം രഘുനാഥ് പല്ലേരി അദ്ദേഹമാണ് എഴുതിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം തിയേറ്ററിൽ പോയപ്പോൾ എൻ ജീവനെ എന്നുള്ള സോങ്ങിന് തിയേറ്ററിൽ നിന്ന് കൂവുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നു. എന്നാൽ അത് ആ പടത്തിന്റെ സോളാണ് ആ പാട്ട്. ആ പാട്ടാണ് ശരിക്കും അലീനയുടെ പെയിൻ അതിനകത്തുണ്ട്. കാരണം അലീന പാട്ടിന്റെ ഇടയിൽ ആ അലീന വരുമ്പോൾ അവരുടെ പെയിൻ ഞാൻ പറഞ്ഞത് ടോട്ടൽ സിനിമയുടെ അലീന എന്ന് പറയുന്ന ക്യാരക്ടർ ഒരിക്കലും വിശാൽ കൃഷ്ണമൂർത്തിയുടെ അവിടെയോ അല്ലെങ്കിൽ വേറെ ഒരു സ്ഥലത്തും അവർ കാണിക്കുന്നില്ല അവരെ. പക്ഷെ അവരുടെ സെൽഫ് കാണിക്കുന്ന ഒരു പാട്ടാണത്. അതാണ് ആ പടത്തിന്റെ സോളും. അത് ആളുകൾക്ക് അന്ന് കിട്ടിയിരുന്നില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു, ഞാൻ പറഞ്ഞില്ല, അതൊക്കെ അന്ന് സ്വാധീനിച്ചിട്ടുണ്ടാകും. പക്ഷെ പിന്നീട് ആ പാട്ട് ആഘോഷിക്കപ്പെടുകയും ഇപ്പോൾ വരുമ്പോൾ ശരിക്കും അതിൻ്റെ പ്രണയം ആളുകൾ ഉൾക്കൊണ്ടിട്ടാണ് അത് വരുന്നത്. എനിക്ക് ആ സമയത്ത് ഈ പറയുന്ന കോവിഡ് ടൈമിലൊക്കെയും ഈ സിനിമ അതിനകത്തുള്ള ഡയലോഗ്സുകൾ മുഴുവൻ ആളുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാം ഈ പ്രണയം നിറയ്ക്കുന്ന ഡയലോഗുകളാണ്. അത് പറയുമ്പോൾ തന്നെ ചർച്ചകളിലും അത് വരുന്നുണ്ടാവുമല്ലോ. ഇപ്പോഴാണ് ദേവദൂതൻ സിനിമ കൂടുതൽ ആഘോഷിക്കുന്നത്. ഇപ്പോൾ വരുന്നു എന്നറിയുമ്പോഴും സോഷ്യൽ മീഡിയ അത് വളരെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ആ സമയങ്ങളിൽ, ഈ സമയങ്ങളിലടക്കം താങ്കൾ ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോഴാണെങ്കിലും ആളുകൾ ഇപ്പോഴും ദേവദൂതനെ കുറിച്ച് സംസാരിക്കുക, എന്തുകൊണ്ടായിരിക്കും അത് പരാജയമായി പോയത് എന്ന കൺസേൺ പറയുക, അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നില്ല ഒരുപാട്. കാരണം ഈ അടുത്തൊരു തിയേറ്ററിൽ ഞാൻ വേറൊരു സിനിമ കാണാൻ ചെന്നപ്പോഴും അവിടുന്ന് 2 കുട്ടികൾ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ചേട്ടാ വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര രസം തോന്നി. കാരണം ഒരു തവണ റിലീസ് ചെയ്ത സിനിമയാണ്. ആ സിനിമ വീണ്ടും പുതിയൊരു സിനിമ വെയിറ്റ് ചെയ്യുന്നത് പോലെ കാണാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ട് എന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഉടനീളം ഉണ്ടായിരുന്നു ആ ലൊക്കേഷനിൽ, അല്ലെങ്കിൽ ആ സമയത്ത് മാത്രമായിരുന്നു അത്? ആ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ദിവസം എടുത്ത് ഷൂട്ട് ചെയ്ത സിനിമയാണ്. 64ഓളം ദിവസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്ക്രീൻ സ്പേസ് വളരെ കുറവാണ് അതിനകത്തുള്ള എൻ്റെ പ്രസൻസ്. പക്ഷേ ടോട്ടൽ സിനിമയുടെ കഥയിൽ നിഖിൽ മഹേശ്വർ ഉണ്ടെങ്കിലും ഞാൻ വരുന്നത് കുറച്ച് ഏരിയകളിലാണ്. പക്ഷെ അത് ഒറ്റ സ്ട്രെച്ചിലല്ല എടുത്തത്, പല സ്കെഡ്യൂളുകളായിട്ടാണ് എടുത്തത്. വടക്കൻ വീരഗാഥയിലെ ആ ഒരു ക്യാരക്ടറാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത്. അപ്പോൾ അതിൽ ചന്തുവിൻ്റെ
ചെറുപ്പകാലം, ചന്തു എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ ചെറുപ്പകാലമാണ് അതിൽ ചെയ്യുന്നത്. വോയിസ് ഓവർ, മമ്മൂക്കയുടെ വോയിസ് ഓവറിൽ അഭിനയിക്കുന്നു. ആ നിമിഷങ്ങൾ ഓർക്കുന്നുണ്ട്. കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു എനിക്ക് ഫീൽ ചെയ്തത് ഒരു പൂരപ്പറമ്പ് പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അത് രണ്ട് സിനിമകൾ, ഇപ്പോൾ ദേവദൂതനും വടക്കൻ വീരാതിയും ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സിനിമകളാണ്, ബഡ്ജറ്റ് വൈസ് ആയാലും. അപ്പോൾ ആ സമയത്ത് മലയാള സിനിമയിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടെക്നീഷ്യൻസ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ വടക്കൻ വീരാത അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് ഭക്ഷണം കഴിക്കുന്നത് ഒരു കല്യാണ സദ്യ കഴിക്കുന്ന പോലെയാണ്. കാരണം അത്രയും കുട്ടികളാണ്. സാധാരണ ഒരു സിനിമയിൽ നമ്മൾ 1-2 ചൈൽഡ് ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, ഇതങ്ങനെയല്ലല്ലോ. അത്രയും കുട്ടികളാണ്. ആ പാട്ടെടുക്കുമ്പോഴൊക്കെ കുട്ടികൾ ഒരു വശത്ത്, വലിയ ക്രൗഡ് വേറെ, പിന്നെ ടെക്നീഷ്യൻസ്, അങ്ങനെ ഒരു വലിയ കൂട്ടം ഉണ്ടായിരുന്നു മിക്ക ദിവസങ്ങളിലും സെറ്റിൽ. പിന്നെ പുത്തൂരം വീട് പോകുമ്പോൾ ശരിക്കും അത് ഗുരുവായൂർ ആനപ്പന്തിയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ എപ്പോഴും ആനകൾ അവിടെ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു കുട്ടി മനസ്സിൽ അന്നത്തെ ആ വിഷ്വൽ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ, നമുക്ക് ഒരു ആനയെ വെറുതെ കാണുമ്പോൾ പോലും അന്ന് എക്സൈറ്റ്മെൻ്റ് ആണ്. അവിടെയാണ് ഈ പറയുന്ന 10, 12, 15 ആനകൾ ഇങ്ങനെ നിരന്ന് നിൽക്കും, അവിടെ എപ്പോഴും ഉണ്ടാവും. പിന്നെ കളരി, ഞാൻ കുറച്ച് കളരി ഞാൻ അതിന് മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പക്ഷേ വടക്കൻ വീരഗാഥയിലെ കളരി എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു തോന്നുന്നല്ലേ? കളരി അതിനകത്ത് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ കളരി എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. ഞാൻ ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു. പിന്നെ ഞാൻ കളരി പഠിച്ചിട്ടുണ്ടായിരുന്നു സമയത്ത്. പക്ഷേ അന്ന് ബാലൻ കെ നായർ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന മാറ് എന്ന് പറഞ്ഞിട്ട് ആരോമൽ ചേർന്ന് മാറ്റിയിട്ട് എൻ്റെ കൂടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഉരുക്കുള്ള ശരീരവും ബലിഷ്ഠമായിട്ടുള്ള കരങ്ങളൊക്കെയാണ്. അപ്പോൾ ആ പവറിൽ അതെനിക്ക് ഓർമ്മയുണ്ട്. കാരണം ആ ഓരോ വടി വെച്ച് തടുക്കുമ്പോഴും ആ അടി വടിയിൽ കൊള്ളുമ്പോൾ എനിക്ക് കൈവേദനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ രസമുള്ള കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഞാൻ കേട്ടൊരു കഥയാണ്, ഈ ഉണ്ണിയാർച്ചയായിട്ട് ജോമോളായിരുന്നു ചെയ്യുന്നത്, ഉണ്ണിയാർച്ചയുടെ ചെറുപ്പം. ആ സമയത്ത് ഒരു കല്യാണം കഴിക്കുന്ന ഒരു സീനുണ്ട്. പക്ഷെ അതിൽ കല്യാണം കഴിക്കാൻ ഭയങ്കരമായി മടി കാണിച്ചിരുന്നു. അല്ല, അത് പിന്നെ കുട്ടിക്കാലത്ത് നമുക്ക് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഇൻഹിബിഷൻസ്. ഇനി ഈ കുട്ടി തന്നെ ആയിരിക്കും എൻ്റെ ഭാവിയിലും എൻ്റെ ഭാര്യ എന്നൊക്കെ പേടിച്ചു. കാരണം നമ്മുടെ അന്നത്തൊക്കെയുള്ള ഒരു വിശ്വാസം, താലി കെട്ടി കഴിഞ്ഞാൽ പിന്നെ അത് ഭാര്യയാവും, അപ്പൊ പിന്നെ എൻ്റെ കൂടെ വരും, അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ആ കുഞ്ഞു മനസ്സിലുള്ള ആലോചനകളാണ്. അങ്ങനെ ആ സമയത്ത് ഇച്ചിരി ടെൻഷനൊക്കെ ആ പ്രായത്തിലുണ്ടായിരുന്നു. പിന്നെ ആ സെറ്റിൽ ഞാൻ പറഞ്ഞില്ലേ, ജോമോള് ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഈ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന വളരെ വില്ലേജ് അങ്ങനെയുള്ള കുട്ടികളാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് പേരേ ഉള്ളൂ ഇങ്ങനെ ഈ പറയുന്ന CBSE അല്ലെങ്കിൽ ആ ഹൈഫൈ ലൈഫിലേക്ക് നിന്ന് വന്ന കുട്ടികൾ. അപ്പോൾ അതിലൊരാളാണ് ജോമോൾ. അപ്പോൾ ജോമോളെ എനിക്ക് എപ്പോഴും പേടിയായിരുന്നു സത്യം പറയാൻ. അപ്പോൾ ജോമോളുടെ സംസാരവും ആ ഒരു ഇതൊക്കെ കണ്ട് എനിക്ക് ജോമോളെ എങ്ങാൻ കല്യാണം കഴിച്ചു പോയാൽ എൻ്റെ ജീവിതം തീർന്നല്ലോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇത് ജോമോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നല്ല സുഹൃത്താണ്. പിന്നെയാണ് ഫഹദിനെ വെച്ച് ഒരു സിനിമ ചെയ്യാൻ പോവുകയാണ് എന്ന് പറയും. ഫഹദിനെ വെച്ചൊരു സിനിമ ചെയ്യുന്നു. അതിലേക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് താൻ സംവിധാനം ചെയ്താൽ നന്നായിരിക്കുമെന്ന് ആദ്യം പറയുന്നതും ഫഹദാണെന്ന് തോന്നുന്നു അല്ലേ? അത് ഞാൻ അനിയത്തി പ്രാവിന് വേണ്ടിയിട്ട് ആ സമയത്ത് ഫാസിൽ സാറ് വീട്ടിൽ വിളിക്കുകയും, അപ്പോൾ സാറ് വേറൊരു ഡിസ്കഷനിലായിരുന്നു. ആ സമയത്ത് എന്നെ സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഫഹദിനെ. അപ്പോൾ ഞങ്ങൾ അന്ന് കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്തു, സ്കൂളിലെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. പിന്നെ നിരന്തരം ഞങ്ങൾ സിനിമകൾ ചർച്ച ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമകൾ കൈമാറും. അപ്പോൾ ഞാൻ കണ്ണൂരിൽ നിന്ന് എപ്പോൾ എറണാകുളത്ത് വന്നാലും അല്ലെങ്കിൽ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോൾ ഓൺ ദ വേ ഞാൻ ആലപ്പുഴയിൽ ഫഹദിനെ കണ്ടിട്ടാണ് വരാറുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് ഞാൻ പരസ്യങ്ങൾ ചെയ്തു തുടങ്ങിയിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു അഡ്വർടൈസ്മെൻറ്റ് ആഫ്റ്റർ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എറണാകുളത്ത് വരുമ്പോൾ ഷാനു ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷാനും ഞാനും കൂടെ ഫ്ലാറ്റിൽ ഇട്ടിട്ട് ഇത് കാണിച്ചു കൊടുത്തു. കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഷാനു എൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഒരു സിനിമ ചെയ്യണം, ഞാൻ ബാക്കി എല്ലാം ചെയ്തു തരാം, അതിൻ്റെ കാര്യങ്ങൾ അഭിനയിക്കണമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. കാരണം ഷാനുവിൻ്റെ അടുത്ത് അന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഷാനു പലപ്പോഴും പറഞ്ഞത് ഷാനുവിന് പ്രൊഡക്ഷനാണ് താല്പര്യം, സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ഒരാളായിരുന്നു. അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഷാനുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. പിന്നീടാണ് ഞാൻ അറിയുന്നത് ഷാനുവിന് ഇങ്ങനെ ഒരു പാഷൻ ഉണ്ട് ഉള്ളിൽ വീണ്ടും. കാരണം കയ്യെത്തും ദൂരത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്യാപ്പായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത്. അത് കഴിഞ്ഞ് ചാപ്പകുരിശ് നടക്കുന്നു. അതിന് ശേഷമാണ് എൻ്റെ അടുത്ത് നമ്മളിങ്ങനെ പല കഥകളും ഡിസ്കസ് ചെയ്യുമ്പോഴാണ് രഞ്ജിത്ത് ഏട്ടൻ്റെ അടുത്താണ് ഞാൻ ആദ്യം കഥ പറയുന്നത്. വേറൊരു സിനിമയായിരുന്നു ആദ്യത്തെ പ്ലാൻ.
ഞാൻ പറഞ്ഞൊരു കഥയാണ് രഞ്ജിയേട്ടൻ എഴുതാൻ പറഞ്ഞത്. പിന്നെ ഞാൻ എൻ്റെ ഒരു മടി കാരണം ഇങ്ങനെ ഡിലേ ആവുന്നത് കൊണ്ട് പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു കഥ രഞ്ജിത്തേട്ടൻ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൾ ഫഹദ് എന്നുള്ളത് കൊണ്ടാണ് ഫഹദിൻ്റെ അടുത്ത് പറഞ്ഞത്. അത് അതിൽ പലതും ഫഹദിന്റെ ജീവിതം, ഫഹദിന്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതിൽ ചില സീക്വൻസ് ഒക്കെ ഉള്ളത്. അപ്പൊ അത് ഫഹദിന് വേണ്ടി മാത്രം പിന്നീട് കഥ മാറ്റി എഴുതുക അങ്ങനെ സംഭവിക്കില്ല. ആ കഥ രഞ്ജിയേട്ടൻ ഞാൻ സംവിധാനം ചെയ്യാൻ പ്ലാൻ ഉള്ളതിന് മുമ്പ് തന്നെ രഞ്ജിയേട്ടൻ ഫഹദുമായിട്ട് അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു കഥയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അത് ആദ്യമേ ഫഹദിനെ തന്നെയായിരുന്നു ആ കഥ ആലോചിക്കുമ്പോഴേ ഉണ്ടായിരുന്നത്. അതുപോലെ ഈ ചെറുപ്പത്തിലെ കാര്യം പറഞ്ഞപ്പം, ഈ ഭരതത്തിലെ കാര്യം പറയുമ്പോൾ സിബി മലയിലുണ്ട്, മോഹൻലാലുണ്ട്. ഇവര് ആ ഒരു ഭരതത്തിൽ ആ ഒരു സീന് കണ്ടിട്ട്, അത് ബലിയിടുന്ന ആ ഒരു സീൻ, അതിനുശേഷം വന്നിട്ട് ഓടി വന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ചൊരു കഥ കേട്ടിരുന്നു. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് ഓൾമോസ്റ്റ് പോയി തുടങ്ങി. അങ്ങനെ ഒരു മാജിക്കൽ അവറിലാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ലാലേട്ടൻ വേറെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായതുകൊണ്ട് വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് റിഹേഴ്സലിന് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡയറക്റ്റ് ടേക്കിലേക്ക് പോകുമായിരുന്നു. അപ്പോൾ ആ ടേക്കിൽ ആ സീൻ ഒറ്റ സ്ട്രെച്ചിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിനകത്ത് കട്ട്സ് പിന്നീടാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒറ്റ സ്ട്രെച്ചിൽ അത് സീൻ ചെയ്യുന്ന സമയത്ത് പല ഡയലോഗ്സും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇമോഷൻ ഭയങ്കരമായിട്ട് ഞാനും ഭയങ്കര പെയിനിലാണ് ആ സീൻ പെർഫോം ചെയ്തത്. അപ്പോൾ അത് ഞാൻ ആ കട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലാലേട്ടൻ ഭയങ്കരമായിട്ട് സിബി സാറും എല്ലാവരും അത് നന്നായി എന്ന് പറയുമ്പോൾ, അന്നത്തെ നമ്മുടെ എന്താണെന്നറിയോ, അന്ന് ഈ ഫിലിമിൽ ഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എൻ്റെ കുട്ടി മനസ്സിന് എപ്പോഴും ഫസ്റ്റ് ടേക്ക് അല്ലെങ്കിൽ സെക്കൻഡ് ടേക്കിൽ ഓക്കെ ആവുക, ആളുകൾ നന്നായി എന്ന് പറയുക, നമ്മൾ ടെക്നീഷ്യൻസും ഡയറക്ടറൊക്കെ നന്നായി എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ് ആവുന്നൊരു ആ പ്രായം അങ്ങനെയല്ലേ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പിന്നീട് നമുക്ക് എന്താണെന്നറിയോ, നമ്മളൊരു സീൻ ചെയ്യുകയും ആ സീൻ പിന്നീട് തിയേറ്ററിൽ വരുമ്പോൾ ആളുകൾ അതിനെ റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു അടുത്ത ഹൈ കിട്ടുന്നത്. നമുക്കൊന്ന് സെറ്റ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഇപ്പോൾ ദേവദൂതനായാലും ദേവദൂതൻ്റെ ഇപ്പോൾ ഈ പട്ടിയുടെ സീക്വൻസുകളൊക്കെ പറയുന്നില്ല, അത് ഇപ്പോൾ കർലിനൻ കൈ പിടിച്ചാൽ ഇതൊക്കെയും തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിന് ഇമ്പാക്റ്റ് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് ആളുകൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും പറയുമ്പോഴാണ് നമുക്കതൊരു ഭയങ്കര സുഖമല്ലേ. നമുക്ക് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തൊരു എഫേർട്ട്, നമ്മൾ ചെയ്തൊരു ക്യാരക്ടർ, ഒരു സീന്, അല്ലെങ്കിൽ ആളുകൾ വീണ്ടും ഓർക്കുക, അത് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പം അങ്ങനെ സംഭവിക്കുന്ന അപൂർവം സിനിമകളിലൊന്നാണ് ദേവദൂതൻ. അതുപോലെ ഈ മമ്മൂക്കയായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഒരിക്കൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ആകാനുള്ള പ്രധാന കാരണം മമ്മൂക്കയാണോ? മമ്മൂക്കയാണ്. കാരണം മമ്മൂക്ക, ഞാൻ ആ സമയത്ത് ഞാൻ കണ്ണൂരിൽ തന്നെയായിരുന്നു. ഞാൻ ഒരു ഷൂട്ടിംഗ് അവിടെ എറണാകുളത്ത് തലശ്ശേരി നടക്കുമ്പോൾ ഞാൻ മമ്മൂക്കനെ കാണാൻ ചേർന്നിരുന്നു. അപ്പോഴാണ് മമ്മൂക്ക എന്നോട് പറഞ്ഞത്, നീ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ്. അപ്പോൾ അത് മമ്മൂക്കയാണെങ്കിൽ എന്താണെന്നറിയോ, നമ്മളുടെ അടുത്ത് പറയുന്നത് നമുക്ക് കുറച്ച് പരുഷമായിട്ട് തോന്നാം, കുറച്ച് ആരഗൻ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷേ വളരെ ജെന്യൂനാണ്. അപ്പോൾ ആ ജെന്യൂനിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്ക പറയുന്നത് എനിക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ഞാൻ മമ്മൂക്കയുടെ കൂടെയുള്ള സമയങ്ങളെല്ലാം ഞാൻ ചെലവഴിക്കാറ്. കാരണം പലപ്പോഴും ആ സമയത്തൊക്കെ പുറത്തുനിന്ന് കേട്ടത് അങ്ങനെ അല്ലല്ലോ. മമ്മൂക്ക ഭയങ്കര ദേഷ്യമാണ്. മാത്രമല്ല എൻ്റെ കുട്ടിക്കാലത്തും ഈ പറയുന്ന രീതിയിൽ മമ്മൂക്ക വരുമ്പോൾ, സെറ്റിൽ വരുമ്പോൾ എല്ലാവരും സൈലന്റ് ആവും. രണ്ട് ഇമ്പാക്റ്റുകളാണ്. ലാലേട്ടൻ വരുമ്പോൾ സെറ്റ് വേറൊരു രീതിയിലാവും, മമ്മൂക്ക വരുമ്പോൾ സെറ്റ് വേറൊരു രീതിയിലാവും. അപ്പോൾ ഇത് രണ്ടും ഞാൻ ആ സമയത്ത് കണ്ടിരുന്നു കുട്ടിക്കാലത്ത്. പക്ഷെ വലുതായി ഇപ്പോൾ CBI ഒക്കെ ചെയ്യുന്ന സമയത്തും മമ്മൂക്കനെ അടുത്ത് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയപ്പോഴാണ് മമ്മൂക്ക എന്താണെന്ന് അറിയുന്നത്. അപ്പോൾ ആ രീതിയിൽ മമ്മൂക്ക അത് പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി എന്തിനാണ് എന്നോട് എറണാകുളത്തേക്ക് മാറാൻ പറയുന്നത്. കാരണം നമുക്ക് എപ്പോഴും ചാലഞ്ചസ് വേണം നമ്മുടെ മുമ്പിൽ. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എൻ്റെ ഗ്രാമം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവിടെ നിൽക്കാനാണ് ഇഷ്ടം. അവിടുത്തെ കണ്ണൂർ, അവിടുത്തെ പുഴയും അവിടുത്തെ കുട്ടികളുടെ കൂടെ വയലിൽ ക്രിക്കറ്റ് കളിക്കുക, അങ്ങനെ ഭയങ്കര ലൈഫ് വേറെ രീതിയിലാണ്. അപ്പം നമ്മുടെ മുമ്പിൽ നമുക്ക് വേറെ ഡ്രീംസ് സെറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ കണക്ഷൻസ് എല്ലാം ആ സൗഹൃദത്തിൽ നിൽക്കും. അതിൽ നിന്ന് ഇങ്ങോട്ട് എന്നെ പറിച്ചു കൊണ്ടുവന്നത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് മമ്മൂക്ക. അപ്പോൾ ഈ സേതുരാമയ്യർ CBI അതിനെക്കുറിച്ച് എന്തായാലും ചോദിക്കണമല്ലോ. മമ്മൂക്കൊക്കെ ഇപ്പോൾ ഉള്ളൊരു പടമായിരുന്നു. അതിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു ശരിക്കും? CBI എനിക്ക് ഓഫറായിട്ട് എന്നെ വിളിച്ചതാണ്. എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ശരിക്കും ഫൈറ്റ് ഓർമ്മ വരുന്നു പെട്ടെന്ന്. നിങ്ങളുടെ ഗേറ്റ് ഒക്കെ ചവിട്ടിയിട്ടുള്ള ഫൈറ്റ് നല്ല ഫൈറ്റ് ആയിരുന്നു. എനിക്ക് പൊതുവെ ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ഫൈറ്റ് സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനതാണ് നേരത്തെ ദേവദൂതൻ്റെ പട്ടികളായിട്ടുള്ള സീക്വൻസ് ഒക്കെ പറഞ്ഞത്. അങ്ങനെയുള്ള റിസ്കി സാധനങ്ങളൊക്കെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ഫൈറ്റും ഭയങ്കര ശശിയേട്ടനായിരുന്നു, അത് മാഫിയ ശശിയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മമ്മൂക്കയുടെ അടുത്ത് കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ, കാരണം ഞങ്ങൾ ഒരു സ്ക്രീൻ സ്പേസ് അത്രയും ഒരുമിച്ചുണ്ടായ സിനിമകൾ ഉണ്ടായിട്ടില്ല അതിന് മുമ്പ്. മമ്മൂക്കയുടെ കുട്ടിക്കാലം അഭിനയിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ വിഷ്ണു എന്ന് പറയുന്ന പടത്തിൽ ഞാൻ ശോഭന ചേച്ചിയുടെ അനിയനായിട്ടാണ്.
അപ്പോഴൊക്കെയും മമ്മൂക്കയായിട്ടുണ്ട്. ഞാൻ ഒരുപാട് പടങ്ങൾ മമ്മൂക്കയായിട്ട് മുദ്രയിൽ ചെയ്യുന്നു. അങ്ങനെ സിനിമകളും ഞാൻ കുട്ടിക്കാലത്ത് കുറേ മമ്മൂക്കയുടെ കൂടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്ക്രീൻ സ്പേസ് ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയത് ഇതിലാണ്, സേതുരാമയ്യർ CBI യിലാണ്. അപ്പോൾ അതിന് മുമ്പ് അപരിചിതൻ സിനിമയുണ്ടായിരുന്നു. അപ്പോൾ CBI ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ CBIയുടെ സേതുരാമയ്യരുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു ക്യാരക്ടർ, ഗണേഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അത് എനിക്ക് എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ ഈ അപരിചിതം പറയുമ്പോൾ CBI പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുറെ കൂടുതൽ നിങ്ങളുടെ തമ്മിലൊരു സീക്വൻസ് ഉണ്ട്, ജഗതി ചേട്ടൻ്റെ കൂടെയാണ്. എനിക്ക് തോന്നുന്നു അത് ശരിക്കും ഒരു സ്കൂൾ പോലെ തന്നെയായിരുന്നു അല്ലേ CBIയുടെ ഒരു സെറ്റ്? പിന്നെ CBI കാരണം സ്വാമി സാറിൻ്റെ ഒരു റൈറ്റിംഗ് പാറ്റേൺ അറിയാലോ. അപ്പം അങ്ങനെ ഒരു പാറ്റേണിൽ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ അറിയാനുള്ള ഒരു കൗതുകം എപ്പോഴും ഉണ്ട്. ഇത് ആരായിരിക്കും ഈ ക്രൈം ചെയ്തത്? അപ്പോൾ അവരുടെ ഒരു വർക്കിംഗ് പാറ്റേണിൽ ഒരിക്കലും നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ആക്ടേഴ്സിന് എല്ലാവർക്കും അറിയില്ല. ഒരുപക്ഷെ മമ്മൂക്കക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, മധു സാറിന് അറിയായിരിക്കും. വളരെ ലിമിറ്റഡ് ആളുകൾക്കേ അറിയുള്ളൂ ആരാണ് ഈ ക്രൈം ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ആ പടം കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതിനകത്തുള്ള പല ക്ലൂസും കണ്ടുപിടിക്കുന്നത് ഞാനാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ അത് സിനിമ ഫൈനലി ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന റിലീസിന് ഫ്യൂ വീക്സ് ബിഫോർ ആണ്, ബാക്കി മൊത്തം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അന്നാണ് അറിയുന്നത് ഇയാളാണ് ഇതിന്റെ കൾപ്രിറ്റ് എന്നുള്ളത്. അത് കലാമണി ചേട്ടൻ്റെയും ഭയങ്കരമായിട്ടുള്ള ഒരു രസമുള്ള അതൊരു ഈ പവി കെയർടേക്കർ എടുത്ത സമയത്ത് ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ തമാശകൾ, സിനിമയിൽ തമാശകൾ സംഭവിക്കുന്നത്, അപ്പോൾ ദിലീപേട്ടൻ സിനിമകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു തമാശകളുണ്ട്. അപ്പോൾ ആ തമാശകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ചിലർ അതിനെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്, കുറച്ച് അരോചകമാകുന്നില്ലേ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് പറ്റിയ തമാശകളല്ല, അങ്ങനെയുള്ള ചില ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടാറുണ്ട്. അത് പവി കെയർടേക്കറിന്റെ സമയത്തും അങ്ങനെ കേട്ടിരുന്നു. അങ്ങനെയുണ്ട് ഈ തമാശകൾക്ക് അങ്ങനെ ഒരു കാലകരണപ്പെടുന്ന ഒരു തമാശകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ദിലീപേട്ടൻ്റെ അടുത്ത് ഞാനത് പറഞ്ഞിരുന്നു. ഞാൻ ഷൂട്ടിംഗ് ടൈമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന് ശേഷവും ഞാനത് ഡിസ്കസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ദിലീപേട്ടൻ ചെയ്ത ഹ്യൂമർ, സെയിം ഹ്യൂമർ തന്നെ ഇന്നത്തെ ന്യൂ ജനറേഷനിലുള്ള ആക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്കത് ഫ്രഷ് ആയിട്ട് തോന്നും. നമുക്കത് ഒന്ന് സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, ഇന്നിറങ്ങുന്ന അല്ലെങ്കിൽ ഇന്ന് ഓടുന്ന പല സിനിമകളുടെയും ഹ്യൂമർ അത് ദിലീപേട്ടൻ അല്ലെങ്കിൽ അതുപോലുള്ള ആർട്ടിസ്റ്റുകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതേ ആർട്ടിസ്റ്റ് തന്നെ അത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മളിത് കണ്ടതാണല്ലോ എന്ന് തോന്നും. പക്ഷേ അതിനകത്ത് ഞാൻ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സാധനങ്ങൾ നമ്മൾ സീനിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ദിലീപേട്ടൻ തന്നെയാണ് അത് കയ്യിൽ നിന്ന് ഇടുന്നത്. അപ്പോൾ ചിലതൊക്കെ ഞാൻ ബോധപൂർവ്വം കട്ട് ചെയ്ത് കളയും. എനിക്കത് വേണ്ട, നമുക്കത് വേണ്ട ഏട്ടാ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് അത് വേണ്ടെന്ന് പറയും. എഡിറ്റിൽ ഞാൻ ചിലത് മാറ്റും. ചിലത് ഞാൻ വെച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇഷ്ടമുള്ളൊരു പ്രേക്ഷകരുണ്ട്. നമുക്ക് ഒരു വിഭാഗം ഇതിന് വിമർശനാത്മകമായിട്ട് പറയുന്നുണ്ടെങ്കിലും അത് ഇഷ്ടമുള്ള, അത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുകൾ കുറേ പ്രേക്ഷകരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അത് കീപ്പ് ചെയ്തതും. പിന്നെ ഈ പറയുന്ന കുട്ടികൾ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ് ദിലീപേട്ടൻ. അപ്പോൾ അവർ കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള പെർഫോമൻസ് സ്ക്രീനിൽ ദിലീപേട്ടൻ്റെ. അപ്പോൾ അതും കൂടെ കണ്ടിട്ടാണ് അത് അങ്ങനെയുള്ളത് വെച്ചത്. പക്ഷെ അത് സിനിമയുടെ ഒരു വളരെ ചെറിയൊരു ശതമാനത്തിലേ ഉള്ളൂ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ദേവദൂതൻ വീണ്ടും വരുമ്പോൾ വീണ്ടും ആളുകൾ ഓർക്കട്ടെ, വീണ്ടും സോഷ്യൽ മീഡിയകൾ ആഘോഷമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.